അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു മാഫാക്കി നൽകട്ടെ. സുബ്ഹ് നിസ്കരിച്ച് വളരെ റാഹത്തായിട്ട് ഇരിക്കുകയായിരിക്കും. അല്ലാഹു നാം ചെയ്യുന്ന ഇബാദത്തുകളും മറ്റ് ആരാധനാക്രമങ്ങളും സ്വീകരിക്കട്ടെ. അതിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് കുടുംബങ്ങളെ തകർച്ചയിലെത്തിച്ച, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, കൂട്ടുകാർക്കിടയിൽ, ബന്ധങ്ങൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിലൊക്കെ വിള്ളൽ സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അത് സംശയമാണ്. അനാവശ്യമായിട്ട് ഇങ്ങനെ സംശയിക്കുക. രണ്ടാളുകൾ ഇങ്ങനെ കൂടി ഇന്ന് സംസാരിക്കുമ്പോൾ അവരെ സംശയിക്കുക. അവരെന്നെ കുറിച്ചായിരിക്കും കുറ്റം പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, ഭർത്താവ് ഭാര്യയെ സംശയിക്കുക. ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ സംശയം പ്രചരിപ്പിക്കുക. ഇതിന് വൈദ്യശാസ്ത്രത്തിൽ പറയും ഡൈലൂഷണൽ ഡിസോർഡർ എന്ന് പറയും. ഇതിന് മരുന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മരുന്നില്ലാത്തൊരു അസുഖമാണ് സംശയരോഗം എന്ന് പറയുന്നത്. അതൊരു മാനസികമായ പ്രശ്നമാണ്. അത് നമ്മൾ വെടിയണം. അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ഇന്ന ബഅദ ഇസ്മുൻ. നിങ്ങൾ സംശയത്തെ, ലന്നിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇജ്തനിബൂ, നിങ്ങൾ വെടിയണം. അധികം ലന്നും അത് തെറ്റാണ്. അത് നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ പിശാച് തോന്നിപ്പിക്കുന്നതാണ് സംശയങ്ങൾ. പിശാചിന് നമ്മുടെ രക്തമൊലിക്കുന്ന എല്ലാ ഭാഗത്തിലൂടെയും, എല്ലാ രക്തക്കുഴലിലൂടെയും, നരമ്പിലൂടെയും പ്രവേശിക്കാൻ കഴിയുമല്ലോ. ആ പിശാച് നമ്മുടെ ശരീരത്തിൽ കയറിക്കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ് ആളുകളെ കുറിച്ചുള്ള സംശയം. ഒരു സ്വസ്ഥതയും സമാധാനവും അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടൂല. ഒരു സന്തോഷവും മനസ്സിലുണ്ടാവില്ല. ഭർത്താവ് ഇങ്ങനെ ഭാര്യയെ സംശയിക്കുക, പിശാച് സംശയിപ്പിക്കുകയാണ്. ഭാര്യ എന്നെ വഞ്ചിക്കുന്നുണ്ടാകും, എന്നെ ചതിക്കുന്നുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് സംശയിപ്പിക്കുക. അത് പാടില്ല. അതൊക്കെ നിങ്ങൾ വെടിയണം. അങ്ങനെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്, സംശയിക്കരുത്. കൂട്ടുകെട്ടിനിടയിൽ അവൻ എന്നെ കുറിച്ച് മറ്റേ കൂട്ടുകാരനോട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അവരൊന്ന് ഒന്നിച്ചിരുന്നാൽ, നമ്മളില്ലാതെ ഒന്ന് ഒന്നിച്ചിരുന്നാൽ നമ്മൾ ഇങ്ങനെ വെറുതെ സംശയിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിനിടയിൽ സംശയരോഗം, ഇത് പാടില്ല. കുടുംബത്തിനിടയിൽ എൻ്റെ അനിയൻ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും, എൻ്റെ കുടുംബക്കാരെന്റെ പെങ്ങന്മാരെന്നെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ സംശയിക്കുക. അത് പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇയ്യാകും വല്ലൻ, നിങ്ങൾ സംശയത്തെ എന്താകണം, സൂക്ഷിക്കണം. സംശയം പാടില്ല, സംശയിക്കാൻ പാടില്ല, ആളുകളെ സംശയിക്കാൻ പാടില്ല. ഫഇന്ന ളന്ന അക്ദബുൽ ഹദീസ്, അധിക സംശയവും എന്താണ്, അത് കളവാണ്. അത് വെറുതെ നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. പിശാച് ഇങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് നമ്മുടെ മനസ്സിനെ. അതുകൊണ്ട് ലന്നിനെ, നമ്മള് സംശയത്തെ നമ്മൾ ഒഴിവാക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭാര്യ ഇങ്ങനെ ഭർത്താവിന് അമിതമായിട്ട് സംശയിക്കുക. ഭർത്താവ് ഒന്ന് നമ്പർ ബിസി ആയാൽ ആ ഭർത്താവിനെ സംശയിക്കുക. ഭർത്താവ് ആർക്കോ വിളിക്കുന്നുണ്ട്, ഞാനല്ലാതെ വേറെ ആർക്കോ സംസാരിക്കുന്നുണ്ട്, അമിതമായിട്ട് ബിസിയാണല്ലോ, എപ്പോഴും ഓൺലൈനിൽ കാണുമ്പോൾ നിങ്ങൾ ആർക്കാണ് എപ്പോഴും ഇങ്ങനെ ഓൺലൈനിൽ ഇരുന്ന് മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അമിതമായിട്ടുള്ള സംശയം. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ സംശയിക്കുക. ആർക്കെങ്കിലും ഒന്ന് വിളിച്ചാൽ ബിസി കണ്ടാൽ ഫോണ് ചെക്ക് ചെയ്യുക, ഫോണ് നോക്കുക. നിങ്ങള് ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം വഞ്ചിക്കണമെന്ന് വിചാരിച്ചാൽ അത് കഴിയും. കാരണം ഭർത്താവ് വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് വേണ്ടി പുറത്തു പോകും. പിന്നെ ഭർത്താവ് ആർക്കാ വിളിക്കുന്നത്, ആർക്കാ മെസ്സേജ് അയക്കുന്നത് ഭാര്യയ്ക്ക് അറിയാൻ കഴിയൂല. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ അത് മുഴുവൻ ക്ലിയർ ആക്കി വന്നാൽ ഭാര്യയ്ക്ക് കണ്ടെത്താൻ കഴിയൂല. അതുപോലെ തന്നെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭാര്യ വീട്ടിൽ ഒറ്റക്കാണ്. അവൾ ആരെയാണ് വിളിക്കുന്നത്, ആർക്കാണ് മെസ്സേജ് അയക്കുന്നത്, അത് ഭർത്താവിനും കണ്ടെത്താൻ കഴിയില്ല. അതങ്ങ് ക്ലീൻ ആക്കിയാൽ എന്തായി, അതും തീർന്നു. പിന്നെ ഭർത്താവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോ പിന്നെ അവിടെ ഇങ്ങനെ അനാവശ്യമായിട്ട് സംശയിക്കുക, ആവശ്യമില്ലാതെ ഇങ്ങനെ ആ കുടുംബജീവിതത്തിൽ സംശയിക്കുക. അവിടെ ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു മനസമാധാനം ഉണ്ടാവില്ല. ആ കുടുംബജീവിതത്തിൽ എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? അവിടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ആ സംശയത്തെ ഒഴിവാക്കണം. സംശയ രോഗത്തെ അങ്ങ് മാറ്റിവെക്കുക. എന്നാൽ എത്ര റാഹത്തായി, എത്ര സന്തോഷത്തോടു കൂടി ആ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് ഇങ്ങനെ സംശയിക്കരുത്. സംശയരോഗം പാടില്ല. അത് പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ്. കുടുംബങ്ങൾക്കിടയിൽ സംശയരോഗം, അതൊന്നും പാടില്ല. ആരോടും സംസാരിക്കാൻ പാടില്ലാത്ത പറ്റാത്തൊരവസ്ഥ. പുറത്തുള്ള ആരോട് സംസാരിച്ചാലും, ആരോട് സംസാരിക്കുമ്പോൾ ഒരു സംശയത്തോടു കൂടി നോക്കുന്ന ആളുകൾ, എന്നെ കുറിച്ച് കുറ്റം പറയായിരിക്കും, എന്നെ കുറിച്ച് മോശമായിട്ട് പറയായിരിക്കും എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പാടില്ല. അത് ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ കിട്ടില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ സംശയിക്കുക. ഒരാൾ ഇങ്ങനെ മാറി നിന്നിട്ട് ഫോണിൽ ആർക്കോ വിളിക്കുക,
അപ്പോ നമ്മൾ സംശയിക്കാം, അവൻ എന്നെ കുറിച്ച് ആരോടോ പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ കുറിച്ച് ആരോടോ വിളിച്ചിട്ട് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ് എന്നൊക്കെ കരുതുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, അത് പാടില്ല എന്നാണ്. അത് നമ്മൾ ഒഴിവാക്കണം, സംശയരോഗം ഒഴിവാക്കണം. അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ്. മനസ്സിൽ ഈമാനും തത്വയും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് അങ്ങനെയുള്ള സംശയങ്ങൾ. മനസ്സിനകത്ത് ഈമാനും തത്വയും അള്ളാഹ് എന്ന ചിന്തയും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ മനസ്സിൽ സംശയരോഗം വെറുതെ ഇങ്ങനെ ഉണ്ടാവില്ല. ആളുകൾ വെറുതെ ഇങ്ങനെ സംശയിക്കൂല. അതുകൊണ്ട് സംശയരോഗം മാറാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ സലാത്തുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുക. അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ തന്നെ സംശയരോഗം നമുക്ക് പോയി കിട്ടും മനസ്സിന്റെ ഉള്ളിൽ നിന്ന്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള മരുന്നുകളുടെ കൂട്ടത്തിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്ന്. ഖുർആൻ പാരായണമൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും, ഈ സംശയരോഗമൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് ഇനി അമിതമായിട്ട് സംശയരോഗമുള്ളവർ, എന്തിനേയും സംശയിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ചെയ്യണം, അതിന് നല്ലൊരു കൗൺസിലിംഗ് നേടണം. അത് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, അമിതമായിട്ട് സംശയിക്കുന്ന ഒരു സ്വഭാവം അത് നമ്മൾ ഒഴിവാക്കണം. അത് നമുക്ക് വലിയ ആപത്താണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാവില്ല. അതുകൊണ്ട് സംശയരോഗത്തെ നമ്മൾ ഒഴിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന് അള്ളാഹു നന്നാക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു കുറച്ച് മാഫാക്കി നൽകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കൂട്ടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റഹ്മാനെ, രാജാതിരാജൻ അള്ളാഹ്, ഞങ്ങളിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. റഹ്മാനെ, നീ പുറത്തു നിൽക്കണേ അള്ളാഹ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ പരിഹരിച്ചു നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ നീ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ ഐക്യവും ഒത്തൊരുമയും നീ ബർക്കത്തും നൽകണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാന മാർഗ കച്ചവടങ്ങളൊക്കെ നീ ഉയർച്ച നൽകണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഉയർച്ച നൽകണേ അള്ളാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.